ആശേ നിന്നെ ചായ പോണോ? എന്നാ മൂഡ് ഓഫ്? ഒന്നുമില്ല സിജോ. സാധനല്ലോ തെളിച്ചൊന്നുമില്ല മുഖത്തിന്. അതെ സിജോ, നമ്മുടെ ശാരദേച്ചി ഇല്ലേ? ഏത് ശാരദേച്ചി? നമ്മളെ അപ്പുറത്തെ അവിടുത്തെ ശാരദേച്ചി. ആ ശാരദേച്ചി ഇന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. ആ ശാരദേച്ചിയുടെ മോളെ കല്യാണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് നേരം ലോൺ ശരിയായിട്ട് വേണ്ടി കൊടുത്തിരുന്നു. ഇതുവരെയായിട്ട് ലോൺ ശരിയായിട്ട് ഇട്ടിയില്ല. പിന്നെ ഇനി 2 ആഴ്ചയോടെ പിടിക്കും. കല്യാണത്തിന് ഇനി ആപ്പെടെ ഒരാഴ്ചയല്ലേ ഉള്ളൂ. ആ ശാരദേച്ചി ഇരുന്ന് ഭയങ്കര അടച്ചിലൊട്ടെ. സത്യം അത് കേട്ടിട്ട് എനിക്കൊന്ന് വിഷമമായി പോയി. എനിക്കൊന്ന് അടച്ചിൽ വന്നു. എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു 2 ആഴ്ചത്തേക്ക് പൈസ മറിക്കാനുണ്ടാവുമെന്ന് ചോദിക്കുന്നതാ. ഇപ്പൊ ഞാൻ പറയാൻ പരിശ്രമിക്കാന്ന് പറഞ്ഞു, ഓട്ടാന്ന് പറഞ്ഞോ. അല്ല പിന്നെ ഞാൻ എന്താ അവരോട് പറയേണ്ടതാ? അവര് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും, ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ? ഇത്രയും കുറച്ച് വലിയ എമൗണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ 2 ആഴ്ച, ഇത് 2 ആഴ്ചയോടെ തിരിച്ചു കിട്ടും. ഇങ്ങനെ ഞാൻ പരിശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്വേഷിക്കാം, തരുമെന്നൊക്കെ മറിക്കാൻ പറ്റുമോ നോക്കാം. അമ്മനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മ ഓർത്ത് നോക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ? അമ്മ എനിക്ക് അവിടെ കാലത്ത് സൈക്കിൾ മേടിച്ചു തരാൻ പറഞ്ഞില്ലേ? ഓണം കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. വലിയ അവധിക്ക് എനിക്ക് മേടിച്ചു തരണ്ട അമ്മ. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടായതുകൊണ്ടല്ലോ അമ്മ മേടിച്ചു തരാതിരുന്നത്. ഞാൻ നോക്കട്ടെ, ഒരു വഴിയില്ലടെ സൈക്കിൾ മേടിക്കാൻ. ഇന്ന് മോൻ വന്ന് പറഞ്ഞു, അവനോട് നമ്മളൊരു വാഗ്ദാനം കൊടുത്തില്ലായിരുന്നു, ജീവന് സൈക്കിൾ മേടിച്ചു തരാന്ന്. ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞു ഓണത്തിന്റെ അവധി കഴിഞ്ഞു, ക്രിസ്മസിന്റെ അവധി കഴിഞ്ഞു, വിഷു ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു. അവനോട് ഓർമ്മയുണ്ട്, അവനത് സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. ഇപ്പം പിണങ്ങിട്ടാ പോയത് എന്നോട്. എത്ര നാളായി അമ്മയെ പറയാൻ തുടങ്ങിയിട്ടെന്ന്. ഈ അവധിക്കെങ്കിലും മേടിച്ചു തരാവോന്നോ? സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഞാനിങ്ങനെ ആലോചിക്കുന്നത് എവിടുന്ന. അവൻ പറഞ്ഞു ഇനിയിപ്പൊ അവൻ അടുത്തത് ഇനിയിപ്പോ ചേട്ടായി വരുമ്പോ പറയാൻ വേണ്ടി ഇരിക്കുവോ അവന്. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ചേട്ടായി വരുമ്പോ. തൽക്കാലം അവനോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. നമുക്ക് എന്തെങ്കിലും വഴി ആലോചിച്ച് കണ്ടുപിടിക്കാം. നോക്കണം. എന്തെങ്കിലും അവൻ പിണങ്ങിട്ടാ പോയത് ഇപ്പൊ.